വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ സ്കൂളിൻ്റെ 100ാമത്തെ നമ്മുടെ 100 വർഷം പിന്നിട്ട ഒരു വിദ്യാലയ മുത്തശ്ശിയാണ് നമ്മുടെ. ഓരോ വർഷം കഴിയുന്തോറും ഈ വിദ്യാലയത്തിൻ്റെ പ്രായം കൂടുമ്പോഴും ഓരോ വർഷവും ചെറുപ്പക്കാരിയായി വരുന്ന നമ്മുടെ ഈ സ്കൂളിൽ ഓരോ വർഷവും നമുക്കറിയാം, നമ്മുടെ ഈ പ്രായം കുറഞ്ഞു തോന്നാൻ കാരണം നമ്മുടെ ഈ സ്കൂളിലെ ഓരോ സാഹചര്യങ്ങൾ മാറുകയാണ്. സംസ്ഥാന സർക്കാർ തന്നെ വിദ്യാഭ്യാസ മേഖലയെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു പ്രഖ്യാപിത നയം കൊണ്ടുവന്നപ്പോൾ സംരക്ഷിത യജ്ഞമൊക്കെ മാറി ഇപ്പൊ പൊതുവിദ്യാലയങ്ങളെ തേടി രക്ഷകർത്താക്കൾ, സംരക്ഷണമല്ല, രക്ഷകർത്താക്കൾ പൊതുവിദ്യാലയങ്ങളെ തേടി വരും. നമ്മുടെ പഞ്ചായത്തിലെ, നമ്മുടെ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച, എല്ലാ മേഖലയിലും ഏറ്റവും മികച്ച സ്കൂളായി മാറുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വാർഷികം ആഘോഷിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ IT മേളയിലായാലും ശാസ്ത്രമേളയിലായാലും എല്ലാ മേഖലയിലും ഏറ്റവും മികച്ച സ്കൂളായി നമ്മുടെ സ്കൂള് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ഓരോ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ ഓരോ ജനപ്രതിനിധികളുടെയും പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ വിട്ടാൽ അവർ സംരക്ഷിതരാകുമെന്നും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകുമെന്നും അവർക്ക് ലോകോത്തര വിദ്യാഭ്യാസം ലഭിക്കുമെന്നും നമ്മുടെ ഓരോ നാട്ടുകാർക്കും രക്ഷകർത്താക്കൾക്കും അറിവുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഓരോ വർഷവും നമ്മുടെ സ്കൂളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നത്. അപ്പൊ അതിന്റെ നേട്ടങ്ങളുടെയൊക്കെ കണക്കുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മുടെ സ്കൂൾ കഴിഞ്ഞ അക്കാഡമിക് വർഷങ്ങളിൽ ഏറ്റവും നേട്ടങ്ങളൊക്കെ നേടിയ കണക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാം. അതിലേറ്റവും വലിയൊരു നഷ്ടം നമുക്ക് ഈ വർഷം സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ വാർഷികം മാത്രമല്ല, നമ്മുടെ സ്കൂളിൽ ഒരു യാത്രയപ്പ് ചടങ്ങുകൂടെ നടക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ സ്കൂളിലെ 4 വർഷം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് ഈ നാട്ടുകാരനെ പോലെ ഇടപെട്ട നമ്മുടെ ഉല്ലാസ് സാറ് ഈ അക്കാഡമിക്സ് വർഷം കൂടെ നമ്മുടെ കൂടുള്ളൂ. ആ ഒരു യാത്രയെക്കൂടെ നമുക്ക് നടത്തുകയാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഉല്ലാസ് സാറാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സ്കൂളില് ഇപ്പൊ ഞാൻ ഈ പിടിച്ചു നിൽക്കുന്ന പോഡിയം ആരുടെയാ പേര് നിങ്ങൾ കണ്ടല്ലോ? ആരുടെയാ? നമ്മുടെ ഉല്ലാസ് സാർ നമ്മുടെ സ്കൂളിൽ തന്നു, നമുക്ക് അവാർഡ് തന്നു, നമുക്ക് പേരിൽ എൻഡോമെന്റ് ഏർപ്പെടുത്തി, നമ്മുടെ മുന്നേ HM-മാരെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്കിലും സാറ് നമ്മുടെ ഒക്കെ സ്കൂളിന്റെ സ്പന്ദനമാണ്. സാറിനെ കൂടെ യാത്ര അയക്കുന്ന ഒരു ചടങ്ങ്. അപ്പം ഈ വേദിയില്, ഈ യോഗത്തില് സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് അധികം സംസാരിക്കാതെ തന്നെ അതിലേക്ക് ഇറങ്ങുകയാണ്. സാർ MLA സാർ ഇപ്പൊ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ, നമ്മുടെ സ്കൂളിൽ ചെറുതും വലുതുമായ പരിപാടികൾ ഒരുപാട് നടക്കും. അത് ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി VP രമാദേവി അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്റെ മണ്ഡലത്തിലുടനീളം ഏത് സ്ഥാപനവും ഏത് നിലവാരത്തിൽ വേണമെന്ന് കൃത്യമായ ധാരണയുള്ള ഒരു MLA നമ്മുടെ മണ്ഡലത്തിൽ. അത് നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളായാലും നമ്മുടെ സ്കൂളുകളായാലും നമ്മുടെ റോഡുകളായാലും അതിന്റെ സ്ഥാനം കേരളത്തിൽ ഏറ്റവും മികച്ചതായിരിക്കണം എന്നൊരു പിടിവാശിയുള്ള ഒരു MLA. അദ്ദേഹം നമ്മുടെ സ്കൂളിന് വേണ്ടി, നമുക്കറിയാം, നമ്മുടെ പുതിയ കെട്ടിടം ഇപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ ഉല്ലാസോട് പറഞ്ഞു, നമ്മുടെ സ്കൂളിന് ഫർണിച്ചറുകൾ, ആ പുതിയ കെട്ടിടത്തിലേക്കുള്ള എല്ലാ ഫർണിച്ചറുകളുടെ എല്ലാ പേപ്പറും റെഡിയായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അദ്ദേഹം നമ്മുടെ സ്കൂളിന് കൂടുതൽ സൗകര്യം അദ്ദേഹത്തെയും എത്തിച്ചേരും. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ, പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി A ആനന്ദവല്ലി, ഞങ്ങളുടെയൊക്കെ ഏറ്റവും ഞങ്ങളുടെയൊക്കെ മേലധികാരി ശ്രീമതി ആനന്ദവല്ലി അവരെ നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും മികച്ച IT സ്കൂളായിട്ട്, നമ്മുടെ സ്കൂൾ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച IT സ്കൂളായിട്ട് കഴിഞ്ഞ അക്കാഡമിക് ഇയർ മാറിയിട്ടുണ്ട്. അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത് അവരാണ്.
ശ്രീമതി എ ആനന്ദവല്ലി അവരുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ യോഗത്തിലേക്ക് എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുനിത രാജേഷ് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരുകളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ മസൂദ് ഖാൻ അവരുകൾ യോഗത്തിൽ എത്തിച്ചേരും. അദ്ദേഹത്തെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സ്കൂളിന്റെ എപ്പോൾ കണ്ടാലും നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കുന്ന ശ്രീമതി രതി ബി അവരുകൾ, അദ്ദേഹത്തെ ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പട്ടാഴിക്കര ഡിവിഷന്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ രതി ബി അവരുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കുണ്ടയം ഡിവിഷൻ മെമ്പറായ ശ്രീമതി ഷീജ ഷാനവാസ് അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശോഭാ ശശിധരൻ അവരുകൾ, നമ്മുടെ സ്കൂളിന്റെ സ്വന്തം മെമ്പർ, നമ്മുടെ എല്ലാ പരിപാടിക്കും നമ്മുടെ സ്കൂളിന്റെ സ്പന്ദനമായ ശ്രീമതി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി MG അശ്വതിയെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എത്തിച്ചേരാമെന്ന് അറിയിച്ച KB സജീവ്, നമ്മുടെ പട്ടാഴിക്കര കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചെയർപേഴ്സൺ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കരിമ്പാനൂർ വാർഡ് മെമ്പർ ശ്രീമതി വനജകുമാരി D അവരുകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വട്ടക്കാല വാർഡിന്റെ മെമ്പർ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജോർജ് തോമസ് അവരുകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മീനമടകര വാർഡിലെ റജീന സലീം മെമ്പറെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ എത്തിച്ചേരാൻ സാധ്യത ഇല്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ കുളക്കട AEO ശ്രീ ഹരികൃഷ്ണൻ RS അവരുകളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ചും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി KG ഉമ്മർ, അതുപോലെ നമ്മുടെ SMC ചെയർമാനായ ഗോപിനാഥൻ K, മുൻ PTA പ്രസിഡന്റുമാർ, അങ്ങനെ ഈ വേദിയിൽ ഇപ്പം ബഹുമാനപ്പെട്ട MLA നമ്മൾ സ്വാഗതം ആശംസിച്ച ശേഷമാണ് ഇവിടെ എത്തുന്നതിന് മുമ്പാണ് നമ്മൾ സ്വാഗത പ്രശ്നം തുടങ്ങിയത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക്, കാരണം നമ്മുടെ സ്കൂളിനെ പറ്റി പ്രത്യേക ഒരു കാര്യം, നമ്മളെ പറ്റി മാത്രമല്ല, അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ കരുതുന്ന മനുഷ്യൻ. ഞാൻ ഈ കൊല്ലം ജില്ലയ്ക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഞങ്ങളുടെ ബ്ലോക്ക് ഓഫീസ് തീരുമാനം. അപ്പം ഒരു വലിയ ആർക്കിടെക്ട് സംസാരിക്കുന്നതിനും ഏറ്റവും മികച്ച രീതിയിൽ അത് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോട് തന്നെ ഓരോ കാര്യങ്ങളും മണ്ഡലത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ എനിക്ക് സത്യം ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ ഒരു ആർക്കിടെക്ട് പറയുന്നതിനേക്കാൾ വിദഗ്ധമായിട്ട് അദ്ദേഹം പറയാം. അത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായാലും, നമ്മുടെ റോഡായാലും, നമ്മുടെ സ്കൂളുകളായാലും അദ്ദേഹം വളരെ വളരെ ഒരു നല്ലൊരു ആസൂത്രകനായിട്ട് അത് ആലോചിച്ച് മാത്രമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വളരെ ഒരു പ്രയത്ന ഫലമായിട്ടാണ് നമ്മുടെ സ്കൂളിന് ഒരു ബഹുനില മന്ദിരം കിട്ടിയത്. അതുപോലെ തന്നെ ഞാനും ഉല്ലാസാരോട് അദ്ദേഹത്തെ കാണാൻ ചെന്ന സമയത്ത് ആ സ്കൂളിലേക്ക് ഒരു ഫർണിച്ചറിന്റെ റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിരുന്നു. സാർ പറഞ്ഞ അതിന്റെ പേപ്പറെല്ലാം റെഡി ആയിട്ടുണ്ട്, ആ റെഡിയായ പേപ്പറുകളെല്ലാം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്, അത് കിട്ടും. പക്ഷെ അദ്ദേഹം എത്രമാത്രം തരുന്നു നമ്മൾ പിന്നെയും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ എത്ര പറഞ്ഞാലും സാർ അത് കൃത്യമായിട്ട് തന്നെ കേൾക്കുകയും അതിന് സമയാസമയങ്ങൾ അതിന് പ്രതിനിധി ഉണ്ടാക്കി തരുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നാടിന്റെ സ്പന്ദനമായ ബഹുമാനപ്പെട്ട MLA ശ്രീ KB ഗണേഷ് കുമാറിനെ നമ്മുടെ സ്കൂളിന്റെ പേരിലും നമ്മുടെ PTA പേരിലും നമ്മുടെ നാടിന്റെ പേരിലും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിലും സദസ്സിലുമുള്ള ആരെങ്കിലും, നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, അതുപോലെ ആരെങ്കിലും ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും അധ്യാപകരെയും അനധ്യാപകരെയും ഈ നാട്ടുകാരെയും രക്ഷകർത്താക്കളെയും എല്ലാം സ്കൂളിന്റെ പേരിലും PTA കമ്മിറ്റിയുടെ പേരിലും എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു.